നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ലോകത്തിലെ ആദ്യത്തെ സ്വർണ്ണത്തെരുവ് നിർമ്മിക്കാൻ ദുബായ്. ന്യൂ പോൾ റിപ്പോർട്ട്. കേരളത്തിൽ മൂന്നാം LDF ഭരണമെന്ന് കേരള ലൈവ് സർവേ ഫലങ്ങൾ. പ്രതിപക്ഷം നടത്തുന്നത് ഹൈക്കോടതിക്കെതിരായ സമരം. മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്തനംതിട്ട MP ആന്റണി ചാക്കോയ്ക്കും പങ്കെന്ന് CPM മുൻ ജില്ലാ സെക്രട്ടറി. കോട്ടയത്ത് കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ ഇരുത്തി സാഹസിക യാത്ര. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ദീപകിന്റെ ആത്മഹത്യാ പ്രതി ഷിംജിത ജയിലിൽ തന്നെ. ജാമ്യാപേക്ഷ തള്ളി കോടതി. കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിക്കാൻ ഗോവ. മാതൃക ഓസ്ട്രേലിയ. വിസ്മയിക്കുന്ന യാത്രാനുഭവം. കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്ത് അത്ലറ്റിക്സ് ഇതിഹാസം ബെൻ ജോൺസൺ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അറബിക് കഥകളെ വെല്ലുന്ന വിസ്മയങ്ങളുമായി ലോകത്തിലെ ആദ്യത്തെ സ്വർണ്ണത്തെരുവ് ദുബായിൽ ഒരുങ്ങുന്നു. പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഗോൾഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായാണ് സ്വർണം പൂശിയ മായിക ലോകം യാഥാർത്ഥ്യമാകുന്നത്. സ്വർണം കൊണ്ടുള്ള നടപ്പാന്തകളും സ്വർണ്ണ അലങ്കാരങ്ങളും മാത്രമല്ല, ഇവിടുത്തെ തെരുവുകളൊക്കെ പോലും സ്വർണം പൂശിയവയായിരിക്കും എന്നതാണ് ഈ സ്വർണ്ണത്തെരുവിൻ്റെ വേറിട്ട് നിർത്തുന്നത്. ജ്വല്ലറികൾ, പെർഫ്യൂം ഷോപ്പുകൾ, വസ്ത്രശാലകൾ എന്നിവയടക്കം 1000-ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് പുതിയ ഗോൾഡ് ഡിസ്ട്രിക്റ്റിനുള്ളത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണ വിൽപ്പനശാലയുമായി ജോയ് ആലുക്കാസ് ഗ്രൂപ്പും ഈ ഡിസ്ട്രിക്റ്റിലുണ്ടാകും. പഴയ ദേര ഗോൾഡ് സൂക്കിലെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് പുതിയ സ്വർണ്ണശാലകളും വ്യാപാര കേന്ദ്രങ്ങളും അടങ്ങിയ ഈ മേഖലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇക്കൊല്ലം തന്നെ ഈ സവിശേഷമായ സ്വർണ്ണത്തെരുവ് പ്രവർത്തന സജ്ജമാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ലോക സ്വർണ്ണ വ്യാപാരത്തിൽ 2ാം സ്ഥാനത്തുള്ള ദുബായിയെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ ലക്ഷ്യം. ഗോൾഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് ഇബ്രാഹിം അൽ ഷെയ്ബാനി MD ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, മുഹമ്മദ് അലി ലൂത്ത CEO ദുബായ് ചേംബർ, ഇസ്ലാം ഗലദാരി ആലുക്കാസ് CEO ജോയ് ആലുക്കാസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. സ്വർണ്ണ വ്യാപാരത്തിന് പുറമെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ പുതിയ തെരുവ് വലിയ ഊർജ്ജം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടുകൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് കേരള ലൈവ് തയ്യാറാക്കിയ ന്യൂ പോൾ റിപ്പോർട്ട് പുറത്തുവന്നു. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിൽ എന്ന ശാസ്ത്രീയ രീതി ഉപയോഗിച്ച് സംസ്ഥാനത്തെ 47 മണ്ഡലങ്ങളിൽ നിന്നായി 70,500 വോട്ടർമാരുടെ നില നേരിട്ടുള്ള അഭിപ്രായമാണ് സർവേയിൽ കുറിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ 3ാം തവണയും വരുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. സർക്കാരിൻ്റെ പൊതുവായ പ്രവർത്തനത്തെക്കുറിച്ച് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 42% പേർ സർക്കാരിൻ്റെ പ്രവർത്തനം മികച്ചതാണെന്ന്, 17% വളരെ മികച്ചത്, 25% മികച്ചത് അഭിപ്രായപ്പെട്ടപ്പോൾ 34% പേർ ശരാശരി നിലവാരമാണെന്നാണ് രേഖപ്പെടുത്തിയത്. സർക്കാർ പദ്ധതികളിൽ മാലിന്യ സംസ്കരണത്തിനാണ് 33% ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത്. ലൈഫ് മിഷനും ആരോഗ്യ മിഷനും തൊട്ടുപിന്നിലുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 68% പേരും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ 79% പേരും സംതൃപ്തി രേഖപ്പെടുത്തി. എന്നാൽ ക്ഷേമ പദ്ധതികൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടാണ് 69% പേരും സ്വീകരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. സ്ത്രീകൾ കൂടുതൽ ഭരണരംഗത്തേക്ക് കടന്നു വരണമെന്ന് 74% വോട്ടർമാരും കൂടുതലായി ആഗ്രഹിക്കുന്നു. പുതുതലമുറയ്ക്കായി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ 46% പേർ സംതൃപ്തരാണെങ്കിലും 31% പേർ ഇക്കാര്യത്തിൽ കൂടുതൽ മെച്ചപ്പെടാനുണ്ടെന്ന് കരുതുന്നു. വകുപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ വൈദ്യുതി 28%, ഗതാഗതം 18%, ടൂറിസം 16%, ആഭ്യന്തരം 14% എന്നീ മേഖലകളാണ് കാര്യമായ മെച്ചപ്പെടുത്തലുകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ 52% മുസ്ലിം ലീഗിന് ലഭിക്കാനാണ് സാധ്യതയെന്ന് ജനം കരുതുന്നു. സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ UDFനാണ് 36% നേരിയ മുൻതൂക്കമെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലും 46%, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലും 68% LDFനാണ് ജനപിന്തുണ കൂടുതൽ. വിവാദ വിഷയങ്ങളിൽ സർക്കാരിന് ആശ്വാസം നൽകുന്ന ഫലങ്ങളാണ് സർവേ നൽകുന്നത്. കിഫ്ബി അഴിമതിയാണെന്ന വാദം 83% പേരും തള്ളിക്കളഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് പങ്കുണ്ടെന്ന് കരുതുന്നവർ 22% മാത്രമാണ്. 49% പേരും സർക്കാരിനെ പിന്തുണയ്ക്കുകയും 29% പേർ അഭിപ്രായം രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്തു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലെത്തുന്നത് പ്രധാനമായും വാർഡ് മെമ്പർമാർ, ഗ്രാമസഭകൾ, കുടുംബശ്രീ എന്നിവ വഴിയാണെന്നും മാധ്യമങ്ങളുടെയും PRD പരസ്യങ്ങളുടെയും സ്വാധീനം ഇതിൽ താരതമ്യേന കുറവാണെന്നും കേരള ലൈവ് സർവേ വ്യക്തമാക്കുന്നു. ബസിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. വളരെ ഗൗരവകരമായ കുറ്റകൃത്യമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ്
ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് നിരീക്ഷിച്ച കോടതി. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്ന തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഇടയാക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചു. മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ പ്രതിക്ക് നിയമത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും പോലീസിൽ പരാതിപ്പെടാത്തതിനെ തുടർന്ന് പകരം സോഷ്യൽ മീഡിയയിലൂടെ ദീപകിനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാനും സാമ്പത്തിക നേട്ടത്തിനുമായി പ്രതി ബോധപൂർവം വീഡിയോകൾ ചിത്രീകരിക്കുകയും എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ ദീപകിന്റെ ഭാഗത്തു നിന്നും അസ്വാഭാവികമായ പെരുമാറ്റം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട ഷിംജിത നിലവിൽ മഞ്ചേരി വനിതാ ജയിലിലാണ്. കേസിലെ മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുനൽകാമെന്ന അപേക്ഷയും കോടതിയുടെ പരിഗണനയിലാണ്. ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്നത് ഹൈക്കോടതിക്കെതിരായ സമരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച SIT അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ഇടപെടുന്നതും ഹൈക്കോടതിയാണ്. നിയമസഭാ കവാടത്തിലാണെങ്കിലും പ്രതിപക്ഷം നടത്തുന്ന സമരം ഹൈക്കോടതിക്കെതിരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരായ CR മഹേഷും രഞ്ജീവ് കാന്തപുരം സമരം നടത്തുന്നത്. ചോദ്യോത്തരവേളയിൽ ചോദ്യം ചോദിക്കാനായി സ്പീക്കർ ക്ഷണിച്ചത് പിന്നാലെയാണ് സമരത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം നന്ദി പ്രമേയ ചർച്ചയ്ക്ക് സഭ ചേർന്നയുടൻ പ്രതിപക്ഷങ്ങൾ ബാനറും പ്ലക്കാർഡുമായി നടുക്കളത്തിൽ ഇറങ്ങിയിരുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ ഏത് വിഷയവും ചർച്ച ചെയ്യാമെന്ന് ഭരണപക്ഷ പലകുറി വ്യക്തമാക്കിയിട്ടും ചർച്ചയ്ക്കില്ലെന്നും രാജി വേണമെന്നുമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. അത്ലറ്റിക്സിലെ ലോകവിസ്മയായ ബെൻ ജോൺസൺ കൊച്ചി വാട്ടർ മെട്രോയിലെത്തി. കേരള സന്ദർശനത്തിനെത്തിയ അദ്ദേഹം വാട്ടർ മെട്രോ യാത്ര ആസ്വദിക്കാനാണ് കൊച്ചിയിലെത്തിയത്. ഹെക്കോർട്ട് ടെർമിനലിൽ നിന്നും ഫോർട്ട് കൊച്ചി റൂട്ടിൽ 1 മണിക്കൂറോളം യാത്ര ചെയ്ത് കായൽ കാഴ്ചകൾ ആസ്വദിച്ച അദ്ദേഹം കൊച്ചിയിലെത്തിയതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. തികച്ചും വിസ്മയകരം എന്നാണ് വാട്ടർ മെട്രോയിലെ യാത്രയെ ബെൻ ജോൺസൺ വിശേഷിപ്പിച്ചത്. വൈകിട്ട് 3:50 വാട്ടർ മെട്രോയിലെത്തിയ ബെൻ ജോൺസനെ കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ സ്വീകരിച്ചു. വാട്ടർ മെട്രോയുടെ പ്രവർത്തനങ്ങളെല്ലാം ബെൻ ജോൺസൺ വിശദീകരിച്ചു. തുടർന്ന് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി റൂട്ടുകളിൽ സഞ്ചരിച്ച് കായൽ കാഴ്ചകളും ചരിത്ര പൈതൃകങ്ങളും കണ്ടു മടങ്ങി. കാർട്ടൂണിസ്റ്റ് സുധീർനാഥ്, ആദിത്യ രവി, DC വാട്ടർ മെട്രോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സാജൻ P. ജോൺ, ഫ്ലീറ്റ് മാനേജർ പ്രദീപ് കാർത്തികേയൻ, KL-മാർ ചീഫ് ജനറൽ മാനേജർ ഷാജി ജനാർദ്ദനൻ, സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ റിലേഷൻസ് ആൻഡ് സോഷ്യൽ KK ജയകുമാർ, മാനേജർ ജയശങ്കർ തുടങ്ങിയ യാത്രയിൽ ബെൻ ജോൺസനെ അനുഗമിച്ചു. സന്ദർശകർക്കുള്ള ബുക്കിൽ വിസ്മയിക്കുന്ന യാത്രാനുഭവം എന്ന് കുറിച്ചാണ് ബെൻ ജോൺസൺ മടങ്ങിയത്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി CPM സംസ്ഥാന കമ്മിറ്റി KP ഉദയഭാനു. ശബരിമല തന്ത്രി കണ്ഠരര് ഇവര് പണം നിക്ഷേപിച്ചിരുന്ന തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ആന്റോ ആന്റണി പണം കൈപ്പറ്റിയതായി ഉദയഭാനു ആരോപിച്ചു. തിരുവല്ലയിലെ ഈ സ്ഥാപനത്തിന്റെ പണമിടപാടുകൾ വലിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുന്നതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മറ്റ് സാമ്പത്തിക ഇടപെടലുകളും സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് MPക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത്. MPയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ദുരൂഹമായ പണമിടപാടുകളെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള സ്ഥാപനത്തിൽ നിന്നും ജനപ്രതിനിധി പണം കൈപ്പറ്റിയത് ഗൗരവകരമായ വിഷയമാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് പിന്നിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്ക് പിന്നിലെ സാമ്പത്തിക താൽപര്യങ്ങൾ ഇതോടെ വ്യക്തമാക്കിയിരിക്കുകയാണെന്നും KP ഉദയഭാനു ചൂണ്ടിക്കാട്ടി. സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ അപകടകരമായി ബാധിക്കുന്നുവെന്ന ആശങ്കകൾക്കിടയിൽ ഓസ്ട്രേലിയയെ മാതൃകയാക്കാനുള്ള നീക്കവുമായി ഗോവ. ഓസ്ട്രേലിയത്തിന് സമാനമായ കൗമാരക്കാർക്ക് സാമൂഹിക മാധ്യമ നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. ഓസ്ട്രേലിയയുടെ നിയമങ്ങൾ ഞങ്ങൾ പഠിച്ചു വരികയാണ്. ഇതിലൂടെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രായപൂർത്തിയാകാത്തവരുടെ പ്രവേശനം എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് പരിശോധിക്കുന്നത്. ഗോവ ഇൻഫോക് മന്ത്രി രോഹൻ ഗൗണ്ടെ പറഞ്ഞു. സാധ്യമെങ്കിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് സമാനമായ നിരോധനം ഞങ്ങൾ നടപ്പിലാക്കും, മന്ത്രി കൂട്ടിച്ചേർത്തു. സമാനമായ നടപടികൾ പരിഗണിക്കുമെന്ന് നേരത്തെയും ആന്ധ്രാപ്രദേശ് സർക്കാരും വ്യക്തമാക്കിയിരുന്നു. ആഗോളതലത്തിലുള്ള നിയന്ത്രണങ്ങൾ പഠിച്ചതിനു ശേഷം 1 മാസത്തിനുള്ളിൽ ശുപാർശകൾ സമർപ്പിക്കാൻ ആന്ധ്രാപ്രദേശിൽ മന്ത്രിസഭാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ വർഷമാണ് ഓസ്ട്രേലിയയിൽ നിയന്ത്രണം നടപ്പാക്കിയത്. ആദ്യ മാസത്തിൽ 4 ദശലക്ഷം കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാക്കിയ എന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയയിലെ നിയന്ത്രണങ്ങൾ മറ്റു രാജ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ഫ്രാൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ നിയമങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നീക്കങ്ങളിലാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരം ബുധനാഴ്ച. കേരളത്തിന്റെ ആവേശജലമായ സാമൂഹിക പുരോഗതിയുടെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ വിജ്ഞാന യാത്ര ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് കണ്ണൂർ ജില്ലാതല മത്സരം ജനുവരി 28 ബുധനാഴ്ച പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടക്കും. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കുമായുള്ള ജില്ലാതല മത്സരമാണ് നടക്കുക. രാവിലെ 10 മണി മുതൽ സ്കൂൾ തല മത്സരങ്ങളും ഉച്ചയ്ക്ക് 1:15 മുതൽ കോളേജ് തല മത്സരങ്ങളും നടക്കും. സ്കൂൾ തല രജിസ്ട്രേഷൻ രാവിലെ 9 മണി മുതലും കോളേജ് തല രജിസ്ട്രേഷൻ രാവിലെ 11:30 മുതലും തുടങ്ങും. ഉച്ചയ്ക്ക് 12:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്കൂൾ തല വിജയികൾക്കും വൈകിട്ട് 4:30 ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കോളേജ് തല വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകും. ജില്ലയിലെ വിജയികൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കും. സംസ്ഥാന തലത്തിലെ സ്കൂൾ തല മത്സര വിജയികൾക്ക് 1ാം സമ്മാനമായി 5 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 3ാം സമ്മാനമായി 2 ലക്ഷം രൂപയും ലഭിക്കും. കോളേജ് തല മത്സര വിജയികൾക്ക് 1ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 2 ലക്ഷവും 3ാം സമ്മാനമായി 1 ലക്ഷം രൂപയും സമ്മാനമായി നൽകും. മൊമെന്റോ, പ്രശസ്തി പത്രം എന്നിവയും വിജയികൾക്ക് ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നൽകും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നിവ ചേർന്നാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സ്ട്രീം എക്കോസിസ്റ്റം BRC തല പ്രൊജക്ട് അവതരണം. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ നോർത്ത് BRTC സ്ട്രീം ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പ്രൊജക്ടുകളുടെ BRC തല അവതരണം കണ്ണൂർ നോർത്ത് BRC ഹാളിൽ വെച്ച് നടന്നു. DVHSS ഫോർ ഗേൾസ് പയ്യാമ്പലം, SS ട്രസ്റ്റ്, HSS തോട്ടട എന്നീ വിദ്യാലയങ്ങളിൽ നിന്നായി 20 വിദ്യാർത്ഥികൾ അവതരണത്തിൽ പങ്കെടുത്തു. BPC സുധീർ KC പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ നോർത്ത് റിട്ടയർഡ് ശ്രീ പ്രദീപ് കുമാർ KP ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവതരണത്തിൽ മോഡറേറ്ററായി. ട്രെയിനർമാരായ ഉനേശം, അതുൽ കൃഷ്ണൻ, ECC RCC-മാരായ രമേഷ് കുമാർ MC, രചന KV എന്നിവർ സംസാരിച്ചു. ആസ്ക് ആലമ്പാടി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ആലമ്പാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ആസ്ക് ആലമ്പാടി പ്രസിഡന്റ് സിദ്ദീഖ് M ദേശീയ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി ജിലാനി, ട്രഷറർ റഫി PK, ക്ലബ് അംഗങ്ങളായ ഹവാസ് മണികണ്ഠൻ, ആസിഫ് BA, ഇബ്രാഹിം, മിഹ്റാജ്, നാസർ, ഹുദവി, മുസ്തഫ EE, സിദ്ദീഖ് ബിസ്മില്ല, റസാഖ്, അബൂബക്കർ, ഗഫു ആലമ്പാടി, റിയാസ് TA, അബ്ദുൾ റഹ്മാൻ S, അഷ്റഫ് ജനാബ്, ഹാരിസ് ST, സെബി പയ്യായിൽ, ഖലീൽ ST ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോട്ടയം പാമ്പാടിയിൽ കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ ഇരുത്തി സാഹസിക യാത്ര. പാമ്പാടി വട്ടക്കുളത്താണ് സംഭവം. കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ആയിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വട്ടക്കുള സ്വദേശി ജ്യോതിഷ് കുമാറാണ് കാർ ഓടിച്ചത്. തിങ്കൾ വൈകുന്നേരം 5 മണിയോടെയാണ് സാഹസിക യാത്ര. കറുത്ത നിറത്തിലുള്ള കാറിന്റെ ബോണറ്റിൽ 2 കുട്ടികൾ ഇരിക്കുന്നത് ദൃശ്യങ്ങൾ കാണാം. പാമ്പാടി പോലീസ് കാർ കസ്റ്റഡിയെടുത്തു. കുട്ടികളെ രസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യാത്ര ചെയ്തതെന്നാണ് ജ്യോതിഷ് കുമാർ പോലീസിന് മൊഴി നൽകിയത്. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിച്ചു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.